ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചക്ക വ്ളോഗാണ് മക്കളെ. ചക്ക മൈ ഫേവറേറ്റ്. ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇത്രയുണ്ട് കേട്ടാ. കുറേ ഉണ്ടായിരുന്നു, പക്ഷെ കുറേയൊക്കെ നാശമായി. അവിടെ നിന്ന് നാട്ടിൽ നിന്ന് കൊടുന്നതാണ്. പക്ഷെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും കുറച്ചൊക്കെ ചീത്തയിടും. ചക്ക മാത്രമല്ല കേട്ടോ, കുരു ഉണ്ട് കേട്ടാ. ചക്കക്കുരു, ചക്കയും കുരു. വാവ്, പൊളി പൊളിക്കും. ചക്കയും കൊണ്ട് നമുക്കൊന്നൊരു ലിശേരി വെക്കാൻ ചിട്ടാ. ഒരുപാട് പഴുത്തിട്ടില്ല, എന്നാൽ ചിലതൊക്കെ നല്ല പഴുത്തിട്ടുണ്ട്. ഇതാണ് വെച്ചാൽ എനിക്ക് കഴിച്ച് മതിയാവുന്നില്ല. ലാസ്റ്റ് അരിശ്ശേരി ഒക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാവാൻ പോണത്. ഏട്ടനൊന്നും ഇഷ്ടമായത് ഭയങ്കര ഇഷ്ടമാണ്. എത്ര നാളത്തെ കാത്തിരിപ്പൊന്നും അറിയ. ചക്ക ഫ്രഷില്ല മക്കളെ. ചക്ക പണ്ടൊരു വേർപ്പില്ല. നാട്ടിൽ നമുക്ക് തട്ടി കളിക്കാൻ കഴിയാൻ വില ഉണ്ടാവില്ല. പക്ഷെ കിട്ടാണ്ട് കിട്ടുമ്പോഴേ ഭയങ്കര ഒരു കൊതിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് എൽശ്ശേരി വ്ളോഗ് നന്നാക്കി വന്നിട്ട് കാണാം. പക്ഷെ ഈ ചക്ക നന്നാക്കിയിട്ട് അവിടെ നമ്മൾ കൊടുത്തേ ചെയ്യും. പക്ഷെ ഈ ചക്കക്കുരു നന്നാക്കാൻ ഭയങ്കര ടാസ്കല്ല. ചക്കക്കുരു നന്നാക്കിയിട്ടും ചക്ക നന്നാക്കിയിട്ടും കാണാം. അപ്പൊ നമ്മുടെ നന്നാക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് കുക്കറിൽ ഇട്ട് കൊടുക്കുക. ചക്ക വിസിലടിപ്പിക്കുക, വേവിക്കുക. ചക്ക നന്നാക്കി കഴിഞ്ഞ് ഞാൻ ചക്കക്കുരു സെപ്പറേറ്റാണ് വേവിച്ചേട്ടോ. ചക്കക്കുരു വേവിച്ച കഥ പറയാൻ എന്തൊരു ഓളം. എന്നാലും ഞാനൊരു ഗസ് ചെയ്യാം. കുക്കർ കരിഞ്ഞു, അത്ര തന്നെ. ചക്കക്കുരു എന്തോ ഭാഗത്തിൽ കരിഞ്ഞില്ല, കുറച്ച് വെന്തുണ്ട്. ചക്കക്കുരു ഇട്ടു. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇല്ല, ഞാൻ കുറച്ച് മുന്നേ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അരിയാം. ജസ്റ്റ് നമുക്കതൊന്ന് ഇളക്കുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചക്കക്കുരു കുറച്ച് വേവിച്ചിട്ടിട്ടുണ്ട്. ചക്കയും ജസ്റ്റ് ഒരു വിസിലടിച്ചിട്ട് നമുക്ക് ഓക്കെ. അപ്പം നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് ശരിയാക്കിയിട്ടുണ്ട്. അരപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാൽ മതി കേട്ടോ. തേങ്ങ, കുരുമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഒരു പച്ചമുളക് കൂട്ടാം. കുഞ്ഞ പച്ചമുളക് കൂട്ടാൻ കേട്ടോ. കുരുമുളക് ഞെട്ടുള്ളതുകൊണ്ട് കുരുമുളക് ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പം ഇത് നമുക്ക് ചക്ക വെന്തതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യണതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒപ്പം ഇട്ടിട്ടൊന്ന് വേവിക്കണം. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു ടാസ്ക് ഉണ്ട്. അതാണ് ഇത്. ഫിഷ് നന്നാക്കാനുണ്ട് മക്കളെ. നല്ല ഏട്ടൻ മേടിച്ചു തുടങ്ങാൻ. അപ്പം ഇതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പം നമ്മുടെ ചക്ക അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഞാനത് ആഡ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ ചക്ക ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ടൊന്ന് വേവിച്ച് അരപ്പരച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫാനിൽ ഒരു വറുത്ത് കൊട്ടണം ഒരു പരിപാടിയുണ്ട്. അതിന് വേണ്ടി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൽ. അപ്പം നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉഴുന്ന് മതി. ഉഴുന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ടെച്ചാൽ നമുക്ക് കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വെച്ചൊന്ന് വാടി വരണേ. കുറച്ച് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാതെ.
തേങ്ങ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ. പക്ഷേ തേങ്ങ നമ്മൾ നാട്ടിലാണെന്ന് ഇഷ്ടംമാതിരി ഇട്ട് കൊടുക്കാം. ഇവിടെ അങ്ങനെ പറ്റില്ലല്ലോ. ഇതിന് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റണം കേട്ടോ. ചൂടായിട്ട് വരട്ടണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ മിക്സ് നമുക്ക് നമ്മുടെ ചക്കയിലേക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് ഇട്ടത് കാണാൻ. കഴിച്ചാൽ ദേഹത്തിലറിയാം. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ ഒരു ഗുമ്മുണ്ടാവില്ല കേട്ടോ. ഇത് നമുക്ക് കട്ടൻ ചായയുടെ ഒപ്പം കുറച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ മക്കളെ. ഞാൻ ഉണ്ടാക്കിയ കാരണം പറയില്ല, സൂപ്പറാണ്. നമ്മുടെ ചക്കൽശ്ശേരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിൻ്റെ ഒപ്പം ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. കണ്ട കഴിച്ചു നോക്കട്ടെ കേട്ടോ. അത് ടേസ്റ്റ് കേട്ടോ. അത് കുറേ നാളായിട്ട് കഴിക്കണ എന്നൊന്നും അറിയില്ല. ആ ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് മധുരം ഉണ്ട് കേട്ടോ. ഇതിൽ ചക്ക കുറച്ച് മധുരം ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ഓൾറെഡി എലിശ്ശേരി വയ്ക്കുമ്പോൾ ഒരു കുറഞ്ഞ വർഷം ശർക്കര ഇടാറുണ്ടല്ലോ. അതിൻ്റെ ആവശ്യമില്ല. ചക്ക കുറച്ച് മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ കുരുമുളക് പൗഡറിനെക്കാട്ടിലും നല്ലത് കുരുമുളക് ചതച്ച് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ എന്നാൽ കഴിക്കട്ടെ കേട്ടോ. പപ്പടമൊക്കെ ഞാൻ വെറുതെ ഒരു വെങ്ങിക്ക് വെച്ചതാണേ. നമുക്ക് കണ്ട ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയാലും പറയില്ല കേട്ടോ. ആ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.